ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. ലോകം 2025 വരവേൽക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. 2024 അവസാനിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ 2024 അവസാനിക്കാറാകുമ്പോൾ അത്ര ശുഭകരമായ വാർത്തകളല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കാരണം സൗത്ത് കൊറിയയിൽ നടന്നൊരു വിമാനാപകടം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അതായത് ജനുവരി 29 ഞായറാഴ്ച രാവിലെ സൗത്ത് കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം നടന്നത്. അതായത് സൗത്ത് കൊറിയയിൽ നിന്നും ബാങ്കോക്കിലേക്ക് പോവുകയായിരുന്ന വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതായത് മുവാനിലെ ആ ഒരു റൺവേയിൽ നിന്നും വിമാനം തെന്നി മാറി മതിലിടിച്ച ഉടനെ അഗ്നിക്കിരയാവുകയായിരുന്നു, തീപിടിച്ച് ആണ് ഈ ദാരുണ സംഭവം നടന്നത്. അതായത് വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്ന 181 യാത്രക്കാരാണ്. അതിൽ 179 പേര് മരിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. രക്ഷപ്പെട്ടത് 2 പേർ മാത്രം. ആ 181 യാത്രക്കാരിൽ 6 പേര് ക്രൂ മെമ്പേഴ്സും ബാക്കിയുള്ള യാത്രക്കാരുമായിരുന്നു. അതിൽ 179 പേർ മരിച്ചു. 2 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആ രക്ഷപ്പെട്ട 2 പേരിൽ ഒരാൾ ക്രൂ മെമ്പറും മറ്റേയാൾ യാത്രക്കാരനുമാണ്. അങ്ങനെ 2 പേരെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും മരണത്തിന് കീഴടങ്ങി. അപ്പോൾ 2024 തീരാൻ പോകുമ്പോൾ ഈ ഒരു ദാരുണ സംഭവമാണ് ഇന്ന് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറയാം. അതീവ ദുഃഖമുളവാക്കുന്ന ഒരു സംഭവമാണ് ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ഭൂരിഭാഗം യാത്രക്കാരും ഉണ്ടായിരുന്ന 2 പേർ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു എന്നത് അതീവ ദുഃഖം തരുന്ന ഒരു വാർത്തയാണ്. അതായത് മുവാൻ കൗണ്ടി എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അതായത് 2005 ഈ മുവാനെ കൗണ്ടിയാക്കിയത്. അതായത് ദക്ഷിണ കൊറിയയിലെ ജിയോജില പ്രവിശ്യയിലെ ഒരു കൗണ്ടിയാണ് മുവാനെ. 2005 ശേഷമാണ് വിമാനത്താവളമൊക്കെ അവിടെ പണിതത് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിനുശേഷമാണ് അതൊക്കെ സംഭവിച്ചത്. ഏതായാലും സിയോളിൽ നിന്നും മുവാനിലേക്ക് ഉള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 290 കിലോമീറ്ററാണ് സിയോളിൽ നിന്നും മുവാനിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതായത് ജെജു എയർ, അതായത് നമ്മുടെ നമ്മുടെ വിമാന കമ്പനികളുണ്ടല്ലോ, ഇന്ത്യൻ എയർലൈൻസ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ജെജു എയർ ബോയിങ് 737 ബാസ് അല്ലെങ്കിൽ ജെജു എയർ ബോയിങ് 737 ബാസ് എന്ന ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ജെജു എയർ എന്ന കമ്പനിയുടെ വിമാനമായിരുന്നു അപകടത്തിൽ തകർന്നത്. അങ്ങനെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദാരുണ സംഭവമാണ് സൗത്ത് കൊറിയയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. സൗത്ത് കൊറിയൻ ഗവൺമെൻറ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രസിഡന്റ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൗത്ത് കൊറിയൻ പ്രസിഡന്റ്. അങ്ങനെ ലോകം രാവിലെ ഉണർന്നത് സൗത്ത് കൊറിയയുടെ വാർത്ത കേട്ടുകൊണ്ടാണെന്ന് പറയാം. 2024 അവസാനിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.